ഹായ് ഓൾ, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ കാൽക്കുലസിൻ്റെ മറ്റൊരു സെക്ഷനാണ്. ഫസ്റ്റ്, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഇൻ റെക്റ്റിലീനിയർ മോഷൻ. ഒരു ഡെഫിനിഷൻ നോക്കാം. ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എ along an s axis and if the position and velocity at a time t equal to 0 are s0 and v0 respectively, then the position and velocity functions of the particle are s of t equal to s0 plus v0 t plus half at square and v of t equal to v0 plus at. നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. 10ലും +1ലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എലോങ് ആൻഡ് എസ് ആക്സിസ്, എസ് ആക്സിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത് ആ പാർട്ടിക്കിൾ. ആൻഡ് ഇഫ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 0, അതായത് ഇനീഷ്യൽ സ്റ്റേജ് ടി 0 ആകുന്ന സമയം, ഓക്കെ, ടി 0 ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും വെലോസിറ്റി എന്ന് പറയുന്നത് S0യും V0യുമാണ്, S0 ആൻഡ് V0. then the position and velocity functions of the particle are, അങ്ങനെയെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഫംഗ്ഷനും വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇതായിരിക്കും. ഇതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഫോർമുല കാണാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ് ഈ ഫോർമുല എല്ലാവർക്കും, പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതാണ്. ഈ ഫോർമുലാസ് എങ്ങനെ ഡിറൈവ് ചെയ്യാം അതൊന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. പ്രൂഫ്, നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ എ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പൊസിഷനും കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ആദ്യമേ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതിൽ തന്നെ നമുക്ക് തുടങ്ങാം. സപ്പോസ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഹാസ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഫംഗ്ഷൻ, അത് എ ആണെന്ന്, കോൺസ്റ്റൻ്റ് ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അന്നേരം എ ഓഫ് ടി ഈക്വൽ ടു എ എന്ന് എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1. അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ടി 0 ആകുമ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ S0 എന്നും ടി 0 ആകുമ്പോൾ വെലോസിറ്റി ഫംഗ്ഷൻ V0 ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് എസ് ഓഫ് ടി ഈക്വൽ ടു S0. എസ് ഓഫ് ടി മീൻസ് പൊസിഷൻ ഫംഗ്ഷൻ, അത് S0 ആണ്. എപ്പോഴാണ്? ടൈം ടി 0 ആകുമ്പോൾ. അതേപോലെ വെലോസിറ്റി ഫംഗ്ഷനും V0 ആണെന്ന് തന്നിട്ടുണ്ട്. എപ്പോഴാണ്? ടൈം ടി 0 ആകുമ്പോൾ. ഓക്കെ, അതിന് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതായത് ടി 0 ആകുമ്പോഴല്ലേ എസ് ഓഫ് ടി S0 ആകുന്നത്. അന്നേരം എസ് ഓഫ് ടിയുടെ ആ ടിക്ക് വരും 0 കൊടുക്കുമ്പോഴത്തേക്ക് എസ് ഓഫ് 0 എന്ന് വരത്തില്ലേ. എസ് ഓഫ് 0 ഈക്വൽ ടു S0, അതാണ് ഇക്വേഷൻ നമ്പർ 2. അതേപോലെ വി ഓഫ് ടി ഈക്വൽ ടു V0, അതും ടൈം ടി 0 ആകുമ്പോഴല്ലേ ടിക്ക് 0 കൊടുക്കുക. വി ഓഫ് ടിയിൽ ടി ഉള്ളടുത്ത് 0 കൊടുക്കുമ്പോൾ വി ഓഫ് 0 എന്ന് വരും. വി ഓഫ് 0 ഈക്വൽ ടു V0 എന്ന് വരും. അതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്പർ 2നെയും 3നെയാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എസ് ഓഫ് 0 ഈക്വൽ ടു S0 ആൻഡ് വി ഓഫ് 0 ഈക്വൽ ടു V0, അതിനെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നു. S0യും V0യും കോൺസ്റ്റൻറ്റുകളാണ്. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തരും. പ്രോബ്ലം ചെയ്യാൻ നേരത്തും പ്രോബ്ലത്തിൽ നമുക്ക് തരും S0യുടെയും V0യുടെയും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഫംഗ്ഷനും പൊസിഷൻ ഫംഗ്ഷനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമുക്ക് ആക്സിലറേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിട്ടുണ്ട്. ആക്സിലറേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടത്തില്ലേ. ആ വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത്. അന്നേരം ആദ്യം ആക്സിലറേഷൻ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇക്വേഷൻ നമ്പർ 1നെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇക്വേഷൻ നമ്പർ 1ൽ 2 ഇൻ്റഗ്രൽ സൈൻ കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എ ഓഫ് ടി, ആക്സിലറേഷൻ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ വെലോസിറ്റി ആണല്ലോ, വി ഓഫ് ടി എന്ന് വരും. ഇൻ്റഗ്രൽ എ ഡി ടി, ടീനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എ കോൺസ്റ്റൻ്റ് ആണ്. ആ എനെ അങ്ങ് മാറ്റി നിർത്തി. ബാക്കി ഇൻ്റഗ്രൽ ഡി ടി അല്ലേ ഉള്ളത്. ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ്, ഇൻ്റഗ്രൽ ഡി വൈ എന്ന് വെച്ചാൽ വൈ, ഇൻ്റഗ്രൽ ഡി സെഡ് എന്ന് വെച്ചാൽ ഇസഡ്. അന്നേരം ഇൻ്റഗ്രൽ ഡി ടി ആകുമ്പോഴത്തേക്ക് ടി എന്ന് വരും. എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ ഇൻറ്റു ടി, അതായത് എ ടി എന്ന് വരും. ശരിയാണല്ലോ. പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. വി ഓഫ് ടി ഈക്വൽ ടു എ ടി പ്ലസ് C1, ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4. വി ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വി ഓഫ് ടി ആയി. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അൺനോൺ അവിടെ ഉണ്ട്. C1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ C1ൻ്റെ വാല്യൂ കൂടെ കിട്ടിയാൽ മാത്രമേ വെലോസിറ്റി എന്ന് പറയുന്ന വി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അതിന് C1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ആ കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് ചെയ്തതാണ്.
അവിടെ നോക്കിയാൽ മതി. അതേ ഐഡിയാസ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അന്നേരം C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ വെലോസിറ്റി ആണ് കിടക്കുന്നത്. വെലോസിറ്റി എന്ന് വെച്ചാൽ V എന്നുള്ള ടേം കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അന്നേരം V എന്ന് പറയുന്നതിനകത്തുള്ള കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് വിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻ വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, വിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷനാണ് ഇത് എഴുതിയിരിക്കുന്നത്. V0 = V0. ഓക്കെ ആണല്ലോ. അത് ഇക്വേഷൻ നമ്പർ 4 അപ്ലൈ ചെയ്യുന്നു. 4 അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് V0 എന്നാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അതായത് ടിയുടെ പ്ലേസിൽ 0 കൊടുക്കുക. ആദ്യം അതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ടിയുടെ പ്ലേസിൽ 0 വന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുന്ന തന്നെ എല്ലായിടത്തും ഇതിനകത്ത് ടിക്ക് 0 കൊടുക്കുക. അന്നേരം V0 എന്ന് വരും ലെഫ്റ്റ് സൈഡ്. ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ആ ടേം അങ്ങ് പോകും. A × 0 ആയി പോകും. പ്ലസ് C1 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ V0 = C1 എന്ന് കിട്ടിയില്ലയോ? V0യുടെ വാല്യൂ ഇവിടെ ഉണ്ട്. എന്താണ് V0 എന്താണ്? V0 എന്നാണ്, V0. ഓക്കെ, അന്നേരം V0ക്ക് വരെ എന്തോ കൊടുക്കുക? V0 എന്ന് കൊടുക്കുക. അതായത് C1 = V0 എന്ന് കിട്ടി. ഇപ്പോൾ C1ൻ്റെ വാല്യൂ കിട്ടി. ആ C1ൻ്റെ വാല്യൂ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം വെലോസിറ്റി ഫംഗ്ഷനായി നമ്മൾ കണ്ടുപിടിക്കാനുള്ള സാധനമായി. V0 + AT എന്നല്ലേ കിട്ടാനുള്ളത്. C1ൻ്റെ വാല്യൂ V0 എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AT + V0 എന്ന് വരും. അതായത് V0 + AT, അത് വെലോസിറ്റി ഫംഗ്ഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ നമ്പർ 5. വെലോസിറ്റി ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ജോലി പൊസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ പൊസിഷൻ കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 5നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു നേരത്തെ പോലെ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. V(dt) = V0 dt + A(t) dt. ഇൻ്റഗ്രലിൻ്റെ സൈൻ കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻ്റഗ്രൽ V(t) എന്ന് വെച്ചാൽ പൊസിഷൻ S(t) എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ V0 dt എന്നാണ്. dt-യിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അന്നേരം V0 കോൺസ്റ്റൻറ്റ്, അതിനെ മാറ്റി നിർത്തി. ഇൻ്റഗ്രൽ dt എന്ന് വെച്ചാൽ t ആണ്. അതായത് V0 × t എന്ന് വരും. പ്ലസ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് A എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. AT എന്നല്ലേ കിടക്കുന്നത്. A കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി t dt. ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടിയിൽ t²/2 എന്ന് വരും. A കോൺസ്റ്റൻ്റ് ആണ്. എയും കൂടെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A × t²/2 എന്ന് വരും. പ്ലസ് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് C2 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 6. ഇപ്പോൾ S(t) കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം, അതിനകത്തൊരു അൺനോൺ ഉണ്ട് C2 എന്ന് പറയുന്നത്. ആ അൺനോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. S(t)ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. S(0 = S0). S(0 = S0). അപ്ലൈ S(0 = S0). അപ്ലൈ ചെയ്യാല്ല. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ S(t) എന്നാണ്. അന്നേരം S(0) വരാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുക? ടിക്ക് 0 കൊടുക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ മൊത്തം ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് S(0) എന്ന് വരും. ഇത് ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് പോവും. ഇതും ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം പോവും. ബാക്കി C2 എന്ന് മാത്രം വരും. അത് S(0 = C2 എന്ന് വരും. S(0യുടെ വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്. എന്താണ് S(0)? S0 ആണ്. അന്നേരം C2 = S0 എന്ന് വരത്തില്ലേ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് C2ൻ്റെ വാല്യൂ ആയി. ആ C2ൻ്റെ വാല്യൂ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? S(t) = S0 + V0t + ½ AT² എന്ന് വരും. ശരിയല്ലേ? ഒന്ന് നോക്കിയാൽ മതി. ഇതാണ്ട് ഇവിടെ C2ന് S0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആ S0 ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ബാക്കി ടേമുകളെല്ലാം അതേപോലെ വരും. V0t + ½ AT². ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ള സാധനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അന്നേരം ഇതിൻ്റെ ഡെറിവേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാമിന് കഴിഞ്ഞ വർഷമൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഇതിൻ്റെ പ്രോബ്ലമാണ് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രോബ്ലം എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതിന് നമുക്ക് ഫോർമുല കാണാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇതുപോലെ തന്നെയാണ് ഫ്രീ ഫോൾ മോഡൽ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീ ഫോൾ മോഡൽ എന്ന് പറയും. ഓക്കെ, അത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും ഫ്രീ ഫോൾ മോഡൽ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, എന്താണ് ഫ്രീ ഫോൾ മോഷൻ എന്നുള്ളത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫ്രീ ഫോൾ മോഡൽ ആകുമ്പോഴത്തേക്ക്, ഫ്രീ ഫോൾ മോഷൻ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ ഫംഗ്ഷനും വെലോസിറ്റി ഫംഗ്ഷനും ഇങ്ങനെ വരും. S(t) = S0 + V0t - ½ GT² എന്നും V(t) = V0 - GT എന്നും വരും. ശരിയാണല്ലോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ 1-2 കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അതായത് ഫ്രീ ഫോൾ മോഷനിൽ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് G എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ G. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² അല്ലെങ്കിൽ 32 feet/s² എന്നും പറയാറുണ്ട്. അത് നിങ്ങൾക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യനിൽ തരുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ 9.8 m/s², ഫീറ്റിലാണെന്നുണ്ടെങ്കിൽ 32 feet/s² എന്ന് വരും. ഞാൻ ഫ്രീ ഫോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ.
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനും അതേപോലെ ഫ്രീ ഫോൾ മോഡലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 3-4 പ്രോബ്ലം ഉണ്ട്. അതൊന്ന് നമുക്ക് ചെയ്ത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പെന്നി ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് നിയർ ദി ടോപ്പ് ഓഫ് ദി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് അറ്റ് എ പോയിന്റ് ദാറ്റ് ഈസ് 1250 feet above the ground. Assuming that the free fall model applies, how long does it take for the penny to hit the ground and what is its speed at the time of impact? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഫോൾ മോഡലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാം, ഒരു നാണയം മുകളിൽ നിന്ന് ഫോൾ ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ്, താഴോട്ടിടുകയാണ്. ഓക്കെ, അന്നേരം അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഫ്രീ ഫോൾ മോഡലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഒരു ബിൽഡിങ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ബിൽഡിങ്ങും ആയിക്കോട്ടെ, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു നാണയം, പെന്നി എന്ന് പറഞ്ഞാൽ നാണയമാണ്, ആ നാണയം താഴോട്ട് റിലീസ് ചെയ്യുന്നു. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. അത് ഗ്രൗണ്ടിൽ നിന്നും ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 1250 ആണ്. ഓക്കെ, അതായത് 1250 ഫീറ്റ് ഉയരത്തിൽ നിന്നും ഒരു നാണയം താഴോട്ട് റിലീസ് ചെയ്യുന്നു. 1250 ഫീറ്റ് ഉയരത്തിൽ നിന്നും ഒരു നാണയം ഗ്രൗണ്ടിലോട്ട് റിലീസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. Assuming that the free fall model applies, how long does it take for the penny to hit the ground and what is its speed at the time of impact? അങ്ങനെയെങ്കിൽ ഈ നാണയം താഴെ ഗ്രൗണ്ടിൽ എത്താനായിട്ട് എത്ര ടൈം എടുക്കും? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡ് അറ്റ് ദി ടൈം ഓഫ് ഇമ്പാക്റ്റ്? ഗ്രൗണ്ടിൽ വീഴുന്ന ആ ടൈം ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റ്, ആ ടൈമിൽ നാണയത്തിൻ്റെ സ്പീഡ് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, നാണയം റിലീസ് ചെയ്യുന്നത് 1250 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ്. ഓക്കെ, അന്നേരം നാണയം റിലീസ് ചെയ്യുന്നത് 1250 അടി ഉയരത്തിൽ വെച്ചാണല്ലോ. അതാണല്ലോ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്, നാണയം ഇടുന്ന പൊസിഷൻ, തുടക്കം, ഇനിഷ്യൽ. ഓക്കെ, ഇനിഷ്യൽ പൊസിഷൻ, അതായത് S0, ഇനിഷ്യൽ പൊസിഷനെ S0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് S0 എന്ന് പറയുന്നത് 1250 ഫീറ്റ്. ക്ലിയർ അല്ലേ? കാര്യം നാണയം റിലീസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, 1250 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ്. അവിടെയാണല്ലോ നാണയം വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് S0 എന്ന് പറഞ്ഞാൽ 1250 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ വെലോസിറ്റി ഇല്ലല്ലോ, വെലോസിറ്റി 0 അല്ലേ. അത് ഇനിഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫീറ്റിലാണ് തന്നിരിക്കുന്നത്, 1250 ഫീറ്റ് എന്ന് തന്നിരിക്കുന്നത്. അന്നേരം G എന്ന് പറയുന്നത് 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും ക്വസ്റ്റ്യനിൽ. ഇനി ഈ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ V ഓഫ് ടിയും S ഓഫ് ടിയും ഫോർമുല അറിയാവുന്നതുകൊണ്ട് അത് രണ്ടും കണ്ടുപിടിച്ച് വെക്കാൻ പറ്റുമല്ലോ. S ഓഫ് ടി എന്ന് പറയുന്നത് S0 + V0t - ½ GT². അതെഴുതി അതിനകത്തോട്ട് നമ്മളിലുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ വരും, 1250 - 16t² എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. Assuming that the free fall model applies, how long does it take for the penny to hit the ground? അതായത് ആ നാണയം ഗ്രൗണ്ടിൽ പതിക്കാൻ എടുക്കുന്ന ടൈം എന്താണ്? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാര്യം ഈ നാണയം താഴെ വീഴുമ്പോഴത്തേക്ക് പൊസിഷൻ ഇല്ലല്ലോ, പൊസിഷൻ 0 ആയില്ലേ. നാണയം താഴെ വീഴുമ്പോഴത്തേക്ക് പൊസിഷൻ 0 ആയി, അതായത് S ഓഫ് ടി 0 ആയി. അതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം നാണയം താഴെ വീഴുമ്പോഴുള്ള ടൈമല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, അവിടം വരെ എത്തുമ്പോഴുള്ള ടൈമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് S ഓഫ് ടി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. കാര്യം ആ പോയിന്റിൽ S ഓഫ് ടി എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. S ഓഫ് ടി നമ്മുടെ ഉണ്ട്, ഇൻ ടേംസ് ഓഫ് ടിയിലാണ്. ഓക്കെ, അന്നേരം ടൈം കിട്ടും. ഓക്കെ, അതായത് പെന്നി വിൽ ഹിറ്റ് ടു ഗ്രൗണ്ട് വെൻ S ഓഫ് ടി = 0. അതായത് നാണയം താഴെ വീഴുന്ന എപ്പോഴാണ്? S ഓഫ് ടി 0 ആകുമ്പോഴാണ്. S ഓഫ് ടി നമ്മളിലുണ്ട്, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 1250 - 16t² = 0 എന്ന് വരും. ഇതാണല്ലോ S ഓഫ് ടി എന്ന് പറയുന്നത്. അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ല. t² ഉള്ള ടേമിനെ അവിടെ ഇട്ടേക്കോ, ബാക്കിയുള്ള കോൺസ്റ്റന്റ് അപ്പുറം സൈഡിൽ കൊണ്ടുപോകും. അന്നേരം 16t² = 1250 എന്ന് വരും. അതായത് t² = 16 അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് t = ±25 / √8 എന്ന് വരും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ± 8.8 സെക്കൻഡ് എന്ന് വരും. ഇതെല്ലാം കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് അങ്ങ് വായിച്ചു പോയത്. കാൽക്കുലേഷനൊക്കെ അറിയാമല്ല. അതായത് t = ± എന്നായിട്ടിരിക്കുന്നത്. ടൈം പോസിറ്റീവ് അല്ലേ വരത്തോളൂ, അല്ലെങ്കിൽ 0 വരാം. ഓക്കെ, t > 0 ആണ്, അതുകൊണ്ട് പ്ലസ് ക്വാണ്ടിറ്റി മാത്രമേ വരത്തുള്ളൂ. t = +8.8 സെക്കൻഡ്. അതായത് 1250 അടി ഉയരത്തിൽ നിന്നുള്ള ആ നാണയം താഴേക്ക് വീഴുമ്പോൾ 8.8 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് താഴെ വന്ന് വീഴും. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആ ഇമ്പാക്റ്റിൽ, ആ സമയത്ത് നാണയത്തിൻ്റെ സ്പീഡ് എന്താണ്? ഇതാണ് ചോദ്യം. ഓക്കെ, സ്പീഡ് കണ്ടുപിടിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മോഡ് V ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡ് V ഓഫ് ടി, ഇതാണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, മോഡ് V ഓഫ് ടി. ഓക്കെ, അതിന് ആദ്യം വെലോസിറ്റി വേണമല്ലോ.
നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. വി ഓഫ് ടി ഈക്വൽ ടു വി സീറോ മൈനസ് ജി ടി ആണ്. വി സീറോ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതോടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് വി ഓഫ് ടി ഈക്വൽ ടു -32t എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് ആ ടൈമിൽ, അതായത് നാണയം ഗ്രൗണ്ടിൽ പതിക്കുന്ന ടൈം അറ്റ് ഇമ്പാക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ സമയത്തുള്ള നാണയത്തിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അത് മോഡുലസ് വി ഓഫ് ടി എന്നാണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ആ ടൈം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാ ടൈം? 8.8 സെക്കൻഡ്. അതായത് മോഡ് വി ഓഫ് ടി എന്നുള്ളത് ആ ടൈമിലാവുമ്പോഴത്തേക്ക് മോഡ് വി ഓഫ് 8.8 സെക്കൻഡ് എന്ന് വരത്തില്ലേ? ആ സമയത്തുള്ള സ്പീഡല്ലേ നമുക്ക് വേണ്ടത്. പറഞ്ഞ് ക്ലിയർ ആയോ? മോഡ് വി ഓഫ് ടി ആണ് സ്പീഡ് അറ്റ് എനി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ടൈമിലാണ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ നാണയം ഗ്രൗണ്ടിൽ വീഴുമ്പോഴുള്ള ടൈം. ഓക്കെ, നാണയം ഗ്രൗണ്ടിൽ വീഴുമ്പോഴുള്ള ടൈം നമുക്ക് കിട്ടി 8.8 ആണ്. അങ്ങനെയെങ്കിൽ ആ സമയത്തെ സ്പീഡ് എന്ന് പറയുന്നത് മോഡ് വി ഓഫ് 8.8 അല്ലേ? അത് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അതിന് ആദ്യം നമുക്ക് ആ ടൈമിലുള്ള വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മോഡ് വി ഓഫ് 8.8 അല്ലേ നമുക്ക് വേണ്ടത്. അതിനാദ്യം ആ സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. 8.8 എന്ന് വെച്ചാൽ 25/√8 ആണ്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് കൊടുത്താലും മതി. ഓക്കെ, അന്നേരം 25/√8 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. വെലോസിറ്റി അറ്റ് 25/√8. ഓക്കെ, അതിനിതാ വെലോസിറ്റി വി ഓഫ് ടി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഓൾറെഡി -32t എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ടി ഉള്ളിടത്ത് എന്തോ കൊടുത്താൽ മതി, 25/√8 കൊടുത്താൽ മതി. അന്നേരം ഇങ്ങനെ വരും. കാൽക്കുലേറ്റർ അടിക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -282.8 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പം വെലോസിറ്റി അറ്റ് ദാറ്റ് ടൈം നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് സ്പീഡ് അറ്റ് ടൈം ടി ഈക്വൽ ടു 25/√8. അതാണ് നമുക്ക് വേണ്ടത്. അത് മോഡ് വി ഓഫ് 25/√8 കണ്ടുപിടിക്കുക. അതായത് അവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മോഡൽസ് എടുക്കുക. അത് മോഡൽസ് എടുക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് എന്തോ പോസിറ്റീവ് ആകും. അതായത് ഈ കിട്ടിയ വാല്യൂ എന്തോ ആയിട്ട് മാറും? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അതായത് 282.8 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് വരും. ഇതാണ് ആ സമയത്തെ നാണയത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A particle is fired vertically upward from ground level with an initial velocity of 16 feet per second. First question, how long will it take for the projectile to hit the ground? Second one, how long will the projectile be moving upward? അതായത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് വെർട്ടിക്കലി അപ്വേർഡ് എന്നാണ്. വെർട്ടിക്കലി എന്നുള്ള വേർഡ് കണ്ടാലേ മനസ്സിലാക്കിക്കോണം അത് ഫ്രീ ഫോൾ മോഡലായിരിക്കും. ഇങ്ങനെയുള്ള ചില ഹിൻറ്റുകൾ ക്വസ്റ്റ്യനിൽ കാണും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം ഗ്രൗണ്ട് ലെവൽ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 16 ഫീറ്റ് പെർ സെക്കൻഡ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു പ്രൊജക്ടൈൽ ഫയർ ചെയ്യുന്നു. ഫിഗർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പ്രൊജക്ടൈൽ ഫയർ ചെയ്യുന്നു, ഇവിടെ വന്ന് അവസാനിക്കുന്നു. അതാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു കാര്യം തന്നിട്ടുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ, ഫയർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 16 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി V0 തന്നിട്ടുണ്ട്, 16 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. ഇനി ഈ സ്റ്റാർട്ടിങ് സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നല്ലേ, അതായത് പൊസിഷൻ 0 ആണ്. S0 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഫീറ്റിലായതുകൊണ്ട് നമുക്ക് G എന്ന് പറയുന്നത് 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ഈ 3 കാര്യങ്ങളും കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ 3 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എസ് ഓഫ് ടിയും വി ഓഫ് ടിയും ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. അതിന് ഇപ്പം പ്രോബ്ലം അവസാനം ഇച്ചിരി തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കിട്ടുമല്ലോ. അന്നേരം എസ് ഓഫ് ടി ഫോമുല എഴുതുക. അതിനകത്തോട്ട് ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. 16t - 16t സ്ക്വയർ എന്ന് വരും. അതായത് വി ഓഫ് ടിയുടെ ഫോമുല എഴുതുക, അതിനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യന് വേണ്ടതെന്ന് നോക്കുക. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദി പ്രൊജക്ടൈൽ ടു ഹിറ്റ് ദി ഗ്രൗണ്ട്? അതായത് ആ പ്രൊജക്ടൈൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ഹിറ്റ് ചെയ്യാൻ വരെ എടുത്ത ടൈം എത്രയാണ്? ഇതാണ് ചോദ്യം. ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ടൈം. ഓക്കെ, ഹിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ടൈം, ഇതാണ് ചോദ്യം. ഓക്കെ, ആ ഹിറ്റ് ചെയ്യുന്ന സമയം ഗ്രൗണ്ടിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ പൊസിഷൻ 0 ആയി കഴിഞ്ഞല്ലോ. എസ് ഓഫ് ടി 0 അല്ലേ? ഓക്കെ, അന്നേരം എസ് ഓഫ് ടി 0 ആണെന്ന് അറിയാം നമുക്ക്. ഗ്രൗണ്ടിലായി കഴിയുമ്പോൾ, ഗ്രൗണ്ടിലാകുമ്പോഴത്തേക്ക് എസ് ഓഫ് ടി 0 എന്ന് വെച്ചാൽ ഇവിടെ 2 സ്ഥലങ്ങളിൽ എസ് ഓഫ് ടി 0 ആണ്. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അത് ഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഇവിടെ വന്ന് അവസാനിക്കുന്നത്. രണ്ടിടത്തും എസ് ഓഫ് ടി 0 ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പ്രോബ്ലം ആ ഒരു ഹിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാര്യം എസ് ഓഫ് ടി നമ്മളിലുണ്ട്. എസ് ഓഫ് ടി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, ടൈം കിട്ടും.
ഓക്കെ ആണല്ലോ. എസ് ഓഫ് ടി ഒന്ന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 16t മൈനസ് 16t² ഈക്വൽ ടു 0 എന്ന് വരും. അതിന് 16t കോമൺ എടുക്കാം. കോമൺ എടുക്കുന്ന തന്നെ 16t ഇൻറ്റു 1 മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് വരും. രണ്ടിനെയും പ്രത്യേകം ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 16t ഈക്വൽ ടു 0 ആൻഡ് 1 മൈനസ് ടി ഈക്വൽ ടു 0. 16t ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 16 അപ്പുറം പോകുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു 0 എന്ന് വരും. 1 മൈനസ് ടി ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു 1 എന്ന് വരും. അതായത് ടി 0 ടി 1 എന്ന് വരും. ഓക്കെ ആണല്ലോ. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആയിരിക്കും. എന്തായാലും 0 സെക്കൻഡ് ആവത്തില്ലല്ലോ ഒരു കാരണവശാലും. കാര്യം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അല്പമെങ്കിലും ചെറിയൊരു മില്ലി സെക്കൻഡിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ആവുമല്ലോ എന്തായാലും. ഓക്കെ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ക്ലിയർ ആയിട്ട് ടി 0 അല്ലെന്ന് പറയാം. അതിനകത്ത് പ്രത്യേകിച്ച് റീസൺ ആയിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ടി ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 1 എന്തായാലും മസ്റ്റായിട്ടും ടി ഈക്വൽ ടു 1 ആയിരിക്കും. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ ലോങ് വിൽ ദി പ്രൊജക്ടൈൽ ബി മൂവിങ് അപ്വേർഡ്. അതായത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിൽ വരെ എത്താനെടുത്ത ടൈം, ഏറ്റവും ഹൈറ്റിലുള്ള പോയിന്റ് ഒരു ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് താഴോട്ടല്ലേ വരുന്നത്. അന്നേരം ഇവിടെ ഏറ്റവും ഹൈറ്റിൽ വരാനെടുത്ത ടൈം എന്താണ്? ഏറ്റവും അപ്വേർഡ്, മൂവിങ് അപ്വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മുകളിൽ വരാൻ വരെ എടുത്ത ടൈം, അതാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു നാണയം നിങ്ങൾ മുകളിലോട്ട് പൊക്കിയിട്ടു. ഓക്കെ, ഏറ്റവും മുകളിൽ ചെന്നിട്ട് അത് താഴോട്ട് വരത്തില്ലേ? ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വെലോസിറ്റി 0 ആകുന്ന സമയത്താണ് അത് താഴോട്ട് വരുന്നത്, ശരിയല്ലേ? അത് ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ട് പോകത്തില്ല, താഴോട്ട് വരും. ഓക്കെ, ആ ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. അന്നേരം ഇതാ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് വെലോസിറ്റി 0 ആയെന്ന് വിചാരിക്കുക. വെലോസിറ്റി 0 ആവുന്ന സമയത്താണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന പോയിന്റ്. വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് പോകത്തില്ല, പിന്നെ താഴോട്ടേ വരത്തുള്ളൂ. ഓക്കെ, അന്നേരം അതിൽ നിന്ന് നമുക്കൊരു കാര്യം പിടികിട്ടും. അതായത് ഏറ്റവും മുകളിലെത്തുന്ന സമയം, ആ പ്രൊജക്റ്റിൽ ഏറ്റവും ഹൈറ്റിലെത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആണ്. അത് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? വീണ്ടും താഴോട്ടും വരും. ഓക്കെ ആണല്ലോ. അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന സമയത്ത് വെലോസിറ്റി എന്താണ്? 0 ആണ്. വി ഓഫ് ടി 0 ആണെന്ന് കിട്ടുമല്ലോ. ആ വി ഓഫ് ടിയെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടം വരെ ഏറ്റവും ടോപ്പിലെത്താൻ എടുത്ത ടൈം എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്ന് നോക്കുക. ദ പ്രൊജക്ടൈൽ മൂവ്സ് അപ്വേർഡ് അൺടിൽ ഇറ്റ് ഗെറ്റ്സ് ടു ഹിറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വേർ വി ഓഫ് ടി ഈക്വൽ ടു 0. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വി ഓഫ് ടി എന്താണ്? 0 ആണ്. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വി ഓഫ് ടി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ പേജിലുണ്ട് 16 മൈനസ് 32t എന്നാണ്. അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 32t ഈക്വൽ ടു 16 എന്ന് വരും. അത് ടി ഈക്വൽ ടു 1/2 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അത് ഏറ്റവും മുകളിലെത്താനായിട്ട് ഏറ്റവും ഹൈറ്റിലെത്തുന്ന സമയം എന്ന് പറയുന്നത് ഹാഫ് സെക്കൻഡ്, അര സെക്കൻഡ് കൊണ്ടാണ് ഏറ്റവും മുകളിലെത്തുന്നത്. ബാക്കി അര സെക്കൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താ വരും? താഴെ വരും. അതായത് ടോട്ടൽ 1 സെക്കൻഡ് എന്നല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് ഗ്രൗണ്ടിലെത്തുന്ന ടൈം, ശരിയല്ലോ? ഇവിടെ ഗ്രൗണ്ടിലെത്തുന്ന ടൈം ടി ഈക്വൽ ടു 1 ആണെന്നല്ലേ? അതിൻ്റെ നേർപകുതിയാണ് ഏറ്റവും മുകളിലെത്തുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Suppose that an intergalactic spacecraft uses a sail and the solar wind to produce a constant acceleration of 0.032 meter per second square. Assuming that the spacecraft has a velocity of 10,000 meter per second when the sail is first raised, how far will the spacecraft travel in 1 hour and what will its velocity be at the end of this hour? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഇൻ്റർഗാലക്റ്റിക് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സിയിൽ നിന്നും മറ്റൊരു ഗാലക്സിയിലേക്ക് പോകുന്ന ഒരു പേടകം, ഒരു വാഹനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു സോളാർ വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ് 0.032 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആദ്യം അതങ്ങ് എടുത്ത് എഴുതാമല്ലോ. ആക്സിലറേഷൻ A ഈക്വൽ ടു 0.032 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അസ്യൂമിങ് ദാറ്റ് ദ സ്പേസ് ക്രാഫ്റ്റ് ഹാസ് എ വെലോസിറ്റി ഓഫ് 10,000 മീറ്റർ പെർ സെക്കൻഡ് വെൻ ദ സെയിൽ ഈസ് ഫസ്റ്റ് റൈസ്ഡ്. അതായത് ആ സ്പേസ് ക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന ടൈം സ്റ്റാർട്ടിങ് ടൈം, ഓക്കെ, ആ സമയത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 10,000 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന V0 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ V of 0 എന്നും എഴുതാം. V of 0 മീൻസ് വെലോസിറ്റി അറ്റ് ടൈം 0. ഓക്കെ, V of 0 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് V0 തന്നിട്ടുണ്ട് 10,000 ആണ്. അതും നമുക്ക് തന്നിട്ടുള്ളതാണ്, അതും എടുത്തെഴുതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈം 0, ആ സമയത്ത് പൊസിഷൻ ഇല്ലല്ലോ, അതായത് പൊസിഷൻ 0 ആണ്.
അതായത് എസ് ഓഫ് സീറോ എന്ന് പറയുന്നത് എസ് സീറോ എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, അന്നേരം ആ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ആക്സിലറേഷൻ, എസ് സീറോ, വി സീറോ. ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. ഹൗ ഫാർ വിൽ ദി സ്പേസ് ക്രാഫ്റ്റ് ട്രാവൽ ഇൻ 1 hour? അതായത് 1 മണിക്കൂറിന് ശേഷം സ്പേസ് ക്രാഫ്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പൊസിഷൻ എന്താണ്, ഇതാണ് ചോദ്യം. അതേസമയം തന്നെ അതിൻ്റെ വെലോസിറ്റിയും എന്താണ്, അതാണ് അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് വിൽ ഇറ്റ്സ് വെലോസിറ്റി ബി അറ്റ് ദി എൻഡ് ഓഫ് ദിസ് അവർ? ആ സമയം, അതായത് ആഫ്റ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹൗ ഫാർ വിൽ ദി സ്പേസ് ക്രാഫ്റ്റ് ട്രാവൽ ഇൻ 1 hour എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അതിൻ്റെ വെലോസിറ്റി എന്താണ്, ഇതാണ് ആ ചോദ്യം. ഓക്കെ ആണല്ലോ. അന്നേരം 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. 1 മണിക്കൂറിന് ശേഷം ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പൊസിഷൻ, അതല്ലെങ്കിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചു. രണ്ടാമത്തത് ആ 1 മണിക്കൂറിന് ശേഷം ഉണ്ടായ വെലോസിറ്റി എന്താണ് ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ. ഇതാണ് 2 ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. 2 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫ്രീ ഫോൾ അല്ല. ഫ്രീ ഫോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു വാഹനം സഞ്ചരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഫ്രീ ഫോൾ അല്ലെന്നറിയാം. ഫ്രീ ഫോൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാനുള്ളതും വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അത് വെച്ചിട്ട് അങ്ങ് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. 2 ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതിനകത്തോട്ട് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, സൊല്യൂഷനായി. ഓക്കെ, നോക്കുക. ഞാനിവിടെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പേസ് ക്രാഫ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ 0 ടൈമിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എൻഡ് നമുക്ക് പറഞ്ഞിരിക്കുന്ന 1 hourന് ശേഷം സ്പേസ് ക്രാഫ്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. ഓക്കെ, എസ് ഓഫ് സീറോ മീൻസ് 0, അതായത് ടൈം 0 ആകുമ്പോൾ പൊസിഷൻ 0. ഇനി എസ് ഓഫ് 10 ആണെന്നുണ്ടെങ്കിൽ ടൈം ടി ഈക്വൽ ടു 10 ആകുമ്പോൾ എങ്ങനെ വരും? എസ് ഓഫ് 10 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്നുള്ളൊരു വാല്യൂ വരും. ഓക്കെ, ഇനി 20 മിനിറ്റ് കഴിഞ്ഞാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ എസ് ഓഫ് 20. ഓക്കെ, അതേപോലെ അങ്ങനെ ഏത് മിനിറ്റ് എന്ന് കഴിഞ്ഞാലും ആ ടിക്ക് പകരം ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആഫ്റ്റർ 1 hour എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1 hour ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ആക്സിലറേഷൻ തന്നിരിക്കുന്നത്. അന്നേരം സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 hour എന്ന് വെച്ചാൽ 3600 സെക്കൻഡ്. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് ടൈം ടി. നമുക്കിവിടെ പൊസിഷൻ അറ്റ് എന്താണ് വേണ്ടത്? 1 hour ആണ് വേണ്ടത്. 1 hour മീൻസ് 3600. അത് എസ് ഓഫ് 3600 കണ്ടുപിടിച്ചാൽ മതി. അതായത് എസ് ഓഫ് 3600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പൊസിഷൻ, അതാണ് ആ ദൂരം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ആഫ്റ്റർ 1 hour ദ സ്പേസ് ക്രാഫ്റ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് എസ് ഓഫ് 3600. ഇത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിന് നമുക്ക് എസ് ഓഫ് ടി പൊസിഷൻ അറ്റ് ടൈം ടി എക്സ്പ്രഷൻ അറിയാം. എസ് സീറോ പ്ലസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. കാര്യം ഫ്രീ ഫോൾ അല്ല. ഓക്കെ, അതിനകത്തോട്ട് എല്ലാത്തിൻ്റെയും വാല്യൂ നമ്മളതിലുണ്ട്. ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എസ് ഓഫ് 3600 അല്ലേ നമുക്ക് വേണ്ടത്. ടിയുടെ വാല്യൂ 3600, ബാക്കി വി സീറോയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ ഉണ്ട്, എസ് നോട്ടിൻ്റെ വാല്യൂ ഉണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിലോട്ട് അടിച്ചു കൊടുക്കുക. അതായത് ഇത്രയും മീറ്റർ വരും. അതായത് ഏകദേശം 3,62,00,000 മീറ്റർ എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ ആൻസർ കിട്ടും. അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി ആഫ്റ്റർ 1 hour. ഓക്കെ, അതേസമയം ആ ടൈമിൽ വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം. ആ ടൈമിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വി ഓഫ് ടി മീൻസ് എന്താണ്? വെലോസിറ്റി അറ്റ് ടൈം ടി ആണ്. ഓക്കെ, അതായത് 1 hour ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി അറ്റ് 1 hour, അതായത് വെലോസിറ്റി അറ്റ് 3600 സെക്കൻഡ്. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ മതിയല്ല. നമുക്ക് വി ഓഫ് ടി അറിയാം. വി ഓഫ് ടി എന്ന് വെച്ചാൽ വി സീറോ പ്ലസ് എ ടി ആണ്. ഓക്കെ, എല്ലാ വാല്യൂസും നമ്മളതിലുണ്ട്. ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10,100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ 1 hourന് ശേഷമുള്ള അത് സഞ്ചരിച്ച ദൂരവും അതിൻ്റെ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബസ് ഹാസ് സ്റ്റോപ്ഡ് ടു പിക്ക് അപ്പ് റൈഡേഴ്സ് and a woman is running at a constant velocity of 5 meter per second to catch it. When she is 11 meter behind the front door, the bus pulls away with a constant acceleration of 1 meter per second square. From that point in time, how long will it take for the woman to reach the front door of the bus if she keeps running with a velocity of 5 meter per second? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. പറഞ്ഞുതരാം, എന്താണെന്ന് ശ്രദ്ധിക്കുക. അതായത് മക്കളെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഞാൻ ഈ പറയുന്ന കാര്യം. അതായത് ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു.
അതിലിങ്ങനെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ബസ്സിൽ കയറാനായിട്ട് ഒരു സ്ത്രീ ബസ്സിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഓടി വരുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും പുറകു വശത്തോട്ട് ഒരു 11 മീറ്റർ പുറകിലായിട്ട് ഈ സ്ത്രീ എത്തിയപ്പോഴത്തേക്ക് ഈ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി അങ്ങ് മൂവ് ചെയ്ത് പോയി. ഓക്കെ, പക്ഷേ അവർക്ക് അതിനകത്ത് പോയേ പറ്റത്തുള്ളൂ, വേറെ ബസ്സില്ല. അവർ ആ ബസ്സിൻ്റെ പുറകെ തന്നെ പോയി. ഓക്കെ, പുറകെ ഓടി അവർ ആ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറ് ചേസ് ചെയ്തു, ഫ്രണ്ട് ഡോറിനടുത്തെത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ കഥ, ഇതിനകത്ത് തന്നിരിക്കുന്ന കഥയെന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ല. ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം അതിനകത്ത് ഓക്കെയാണ്. അതിനകത്ത് അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഞാനത് പറയാം. അതായത് ഈ വണ്ടി നിർത്തിയിട്ട് ആളിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഓടി വരുന്നുണ്ടല്ലോ പുറകിൽ നിന്ന്. ആ ഓടി വരുന്ന സമയത്ത് അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബസ്സിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അതും കോൺസ്റ്റൻ്റ് ആണ്, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ രണ്ട് കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഈ കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഫ്രം ദാറ്റ് പോയിന്റ് ഇൻ ടൈം ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദി വുമൺ ടു റീച്ച് ദി ഫ്രണ്ട് ഡോർ ഓഫ് ദി ബസ് ഇഫ് ഷീ കീപ്സ് റണ്ണിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് അവർ ഓടുന്ന സമയത്ത് വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരേ വെലോസിറ്റിയിലാണ് അവർ ഓടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബസ്സിൻ്റെ മൂവ്മെൻറ്റും ആക്സിലറേഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. രണ്ടുപേരുടെയും കോൺസ്റ്റൻ്റ് ആണ് വെലോസിറ്റിയും ആക്സിലറേഷനും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ബസ് മൂവ് ചെയ്തപ്പോൾ അവർ ആ ബസ്സിൻ്റെ പുറകെ ഓടിയില്ലയോ? ഓക്കെ, പുറകെ ഓടി ആ ഫ്രണ്ട് ഡോറിനടുത്തെത്തി അവർ. ഓക്കെ, ബസ്സിനെ ചേസ് ചെയ്ത് ഫ്രണ്ട് ഡോറിനടുത്തെത്തി. അങ്ങനെ ഫ്രണ്ട് ഡോറിനടുത്ത് എത്താൻ എടുത്ത ടൈം എന്താണ്? ഇതാണ് ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു, ബസ്സിൽ ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ ആ ബസ്സിൽ കയറാനായിട്ട് ബാക്ക് വശത്ത് നിന്ന് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും 11 മീറ്റർ പുറകിലെത്തിയപ്പോഴത്തേക്ക്, ആ സ്ത്രീ പുറകിലെത്തിയപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് മൂവ് ചെയ്തു. വണ്ടി മൂവ് ചെയ്തു, പക്ഷേ അവരുടെ വണ്ടിയുടെ പുറകെ ഓടി ചേസ് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ട് ഡോറിനടുത്തെത്തി. ആ ഫ്രണ്ട് ഡോറ് വരെ എത്താൻ ആ സ്ത്രീ എടുത്ത ടൈം എത്രയാണ്? ഇതാണ് സിമ്പിളായിട്ട് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായാലും എന്താണെന്നുള്ളത്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. അതായത് ഇവിടെ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ അവിടെ തൊട്ടാണല്ലോ നമുക്ക് വേണ്ടത്. ഫ്രണ്ട് ഡോറ് ഇതാ അവിടെ ഒറിജിനായിട്ട് എടുക്കുന്നു. അതാണ് ഇവിടെ ഡാർക്ക് ഡോട്ട് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഈ സാധനം. ഓക്കെ, ഫ്രണ്ട് ഡോർ. ആ ഫ്രണ്ട് ഡോറിൽ നിന്ന് 11 മീറ്റർ പുറകിലാണ് സ്ത്രീ എന്ന് പറഞ്ഞു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് 11 മീറ്റർ ബിഹൈൻഡ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ബസ് മൂവ് ചെയ്തതായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ സ്ത്രീ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ അവിടെ ഡാർക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ എത്തി, ചേസ് ചെയ്ത് ഫ്രണ്ട് ഡോർ വരെ എത്തി. ഓക്കെ, അതായത് ബസ് ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് ടൈം T0 എന്ന ആ ടൈം. ഓക്കെ, ബസ് മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനിലെത്തിയല്ല, ആ പൊസിഷനാണ് നമ്മൾ SB(t) എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ബസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ബസ് താണ്ട ഈ സ്ത്രീ ചേസ് ചെയ്ത ആ പോയിന്റ് വരെ. ഓക്കെ, അതിനെ SB(t) എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, മൊത്തം ആ സ്ത്രീ തൊട്ട് ആ ബസ് ചേസ് ചെയ്തുവരെയുള്ള ആ പൊസിഷൻ, ആ ദൂരം, അതിനാണ് SW(t) എന്ന് എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ, അതായത് ഈ സ്ത്രീ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ ഇവിടം വരെ ചേസ് ചെയ്യാനെടുത്ത ടൈം എന്താണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇവർ ഓടുന്ന എന്തോ ആയിക്കോട്ടെ, ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്നില്ലയോ? ആണല്ലോ, ബസ് നിർത്തിയിട്ട് ബസ് മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴാണല്ലോ ആ സ്ത്രീ ഫ്രണ്ട് ഡോറിനടുത്ത് എത്തിയത്. ആ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബസ് ഇതാ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഇവിടം വരെയുള്ള ടൈം കണ്ടുപിടിച്ചാൽ പോരെ? ഇതാ ഈ ദൂരം കണ്ടുപിടിച്ചാൽ പോരേടെ, ശരിയല്ലേ? അതായത് ഈ SW(t) എന്ന് പറയുന്ന ഈ ദൂരം കണ്ടുപിടിച്ചാൽ പോരെ? ആ ദൂരമല്ലേ ബസ് ഓടിയോളൂ. ഓക്കെ, ആ ടൈം കണ്ടുപിടിച്ചാൽ പോരെ? ഓക്കെ ആണല്ലോ. നമുക്ക് അതായത് SB(t) ആ ടൈം, SB(t) എന്ന് പറയുന്ന പൊസിഷനിൽ ആ T എന്ന് പറയുന്ന ടൈമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ആലോചിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഫിഗറിനകത്തുണ്ട്. ഫിഗറിൽ നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഇവിടെ SW(t) എന്ന് പറയുന്നത് ക്ലിയർ ആണ്. SW(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് 11 മീറ്റർ പ്ലസ് SB(t) ആണ്. അത് ആദ്യമേ അങ്ങ് എഴുതാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളങ്ങ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, SW(t = SB(t + 11) എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. SB(t) എന്ന് പറയുന്ന പൊസിഷനിൽ എടുത്ത ടൈം. ഓക്കെ, SB(t) എന്ന് പറയുന്നത് ബസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ബസ് അവസാനിച്ചത് വരെയുള്ള ടൈം. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കഥയിൽ ആ ഫ്രണ്ട് ഡോർ വരെ എത്തുന്ന ആ ടൈം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. SB(t) ടൈം T അത് കണ്ടുപിടിക്കണം.
നമുക്കറിയാം SW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ 11 മീറ്റർ ബിഹൈൻഡിൽ നിന്നും, അതായത് 11 മീറ്റർ ഫ്രണ്ട് ഡോറിൽ നിന്നും 11 മീറ്റർ പുറകിലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവിടം തൊട്ട് ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ എത്താനെടുത്ത ആ ഒരു ഡിസ്റ്റൻസ്, അതാണല്ല, ആ ഒരു പൊസിഷനാണല്ല SW എന്ന് പറയുന്നത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസിന് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതായത് SW എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്തുകൂടെ? ഓക്കെ, വെലോസിറ്റി നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് അവർ ഓടുന്നത്, അതായത് 5 ആണെന്ന് നമുക്കറിയാം. അന്നേരം വെലോസിറ്റിക്ക് ഒരു 5 കൊടുക്കാമല്ല, ടൈമിനൊരു T എന്ന് കൊടുക്കുന്നു, അതായത് SW = 5T എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ആ കിട്ടിയ SW വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. SW വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SB ടൈം കണ്ടുപിടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ആ SW വാല്യൂ 5T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ SW എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡിൽ 5T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് 5T = SB അതേപോലെ ഇട്ടേക്കോ +11. ക്ലിയർ ആണല്ലോ? ആദ്യം SB കണ്ടുപിടിക്കാം. SB = 11 അങ്ങ് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും, അതായത് 5T - 11 എന്ന് വരും. ശരിയാണല്ലോ? ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. SB = 5T - 11 ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ബസ്സിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 1 മീറ്റർ/സെക്കൻഡ് ആണ്. 1 മീറ്റർ/സെക്കൻഡ്. ഇവിടെ ഫ്രീ ഫോൾ അല്ല, കാര്യം ബസ് മൂവ് ചെയ്യുന്നൊരു ബസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്നേരം ഫ്രീ ഫോൾ അല്ലെന്ന് നമുക്കറിയാം. ഇവിടെ ഗ്രാവിറ്റിയുടെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അന്നേരം ഇനി നമുക്ക് വേണ്ടത് S0 V0 എന്ന് പറയുന്ന 2 ടേമുകളാണ്. അത് ടൈം T0 ആകുമ്പോഴുള്ള വെലോസിറ്റിയും പൊസിഷനും, ടൈം T0 ആകുമ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അതാണല്ലോ ഒറിജിൻ നമ്മൾ ഫിഗറിലുണ്ട്. അന്നേരം ആ സമയത്ത് വണ്ടിയുടെ പൊസിഷനും 0 ആണ്, വെലോസിറ്റിയും 0 ആണ്. അത് രണ്ടും നമുക്ക് കിട്ടി. S0 = V0 = 0 അറ്റ് ടൈം T = 0. ടൈം T0 ആകുമ്പോൾ ഈ 2 വാല്യൂ കിട്ടി 0. SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയ പൊസിഷനിൽ നിന്നും വണ്ടി മൂവ് ചെയ്ത ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോഴത്തേക്ക് അവർ ചേസ് ചെയ്തില്ലേ, അതുവരെയുള്ള മൂവ്മെൻറ്റ്, ആ പൊസിഷൻ, അതാണ് SB എന്ന് പറയുന്നത്. SB. ഓക്കെ, അന്നേരം പൊസിഷനാണ് അവിടെ വന്നിരിക്കുന്നത്, വണ്ടിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, SB. അത് SB എന്ന് പറയുന്നത് നമുക്കറിയാം S എന്ന് പറയുന്നത് പൊസിഷനായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. S. ഇവിടെ SB എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം, പൊസിഷൻ തന്നെയാണ് രണ്ടും. ഫോമുല അറിയാം. അന്നേരം പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല S0 + V0t + ½ AT² ആണ്. അന്നേരം ഫോമുല കിട്ടിയേ. ഓക്കെ ആണല്ലോ? അതിൽ S0യുടെയും V0യുടെയും വാല്യൂ നമ്മൾ രണ്ടും 0 ആണ്. അതേപോലെ ആക്സിലറേഷൻ ഉണ്ട് 1 ആണ്. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ½ T² എന്ന് കിട്ടും. ഇപ്പോൾ SB വാല്യൂ കിട്ടിയേ. ആ SB വാല്യൂ ഇക്വേഷൻ നമ്പർ 3 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാര്യം SB അവിടെ 5T - 11 എന്നല്ലേ കിടക്കുന്നത്, അവിടെ SB ഒരു ടേം ഉണ്ടല്ലോ. ആ SB വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ½ T² = 5T - 11 എന്ന് കിട്ടത്തില്ലയോ? ഓക്കെ ആണല്ലോ? 5T - 11. ഇപ്പം Tയിലുള്ള ഇക്വേഷനിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, SB എന്ന് പറയുന്ന ബസ്സിൻ്റെ മൂവ്മെൻറ്റ്, പൊസിഷൻ. ഓക്കെ, ഒറിജിനിൽ നിന്ന് മറ്റൊരിടത്തേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതാണല്ലോ SB എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷൻ ചേഞ്ച് ആണല്ലോ SB എന്ന് പറയുന്നത്. അതിലെ T ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം ഇൻ ടേംസ് ഓഫ് Tയിൽ കിട്ടിയില്ലോ SB എന്ന് പറയുന്നത്. ആ Tയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? ഓക്കെ ആണല്ലോ? അതിനെന്താ, റൈറ്റ് സൈഡിൽ കിടക്കുന്ന 5T - 11 ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ½ T² - 5T + 11 = 0 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഡിനോമിനേറ്റർ ഒഴിവാക്കാനായിട്ട് മൊത്തത്തിൽ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമോ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിനോമിനേറ്ററിൽ 2 അങ്ങ് പോകും. ഇക്വേഷൻ എന്താ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ? ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന Tയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. T = -b ± √(b² - 4ac) / 2a. ആ ഫോമുലയിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് Tക്ക് 2 വാല്യൂ കിട്ടും. അത് കാൽക്കുലേറ്റർ അടിക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഒന്ന് 3.3 സെക്കൻഡും മറ്റൊന്ന് 6.7 സെക്കൻഡും. ഇതാണ് 2 വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതെങ്ങനെയാണ് 2 വാല്യൂ വന്നത്? ടൈമല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ടൈം ആകുമ്പോൾ ഒരു ടൈമല്ലേ എന്തായാലും വരത്തുള്ളൂ. ആ ടൈം 2 വരാനുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് ആ സ്ത്രീ വണ്ടി ചേസ് ചെയ്യുമല്ലേ, വണ്ടി ചേസ് ചെയ്ത് ഫ്രണ്ട് ഡോറിനടുത്തെത്തി. ഫ്രണ്ട് ഡോറിനടുത്തെത്തിയപ്പോൾ ഡ്രൈവർ കണ്ടു, നിർത്തി, അവർ കയറി. ഓക്കെ, അതാണല്ലോ ബാക്കി കഥ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഫ്രണ്ട് ഡോറിനടുത്തെത്തി. ആ ടൈമാണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, 2 ടൈം വരാനുള്ള റീസണാണ് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത്, അവർ ഫ്രണ്ട് ഡോറിനടുത്ത് എത്തി, പക്ഷേ ഡ്രൈവർ അവരെ കണ്ടില്ല. വണ്ടി വീണ്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് പോയി. ഓക്കെ, അന്നേരം വീണ്ടും അവർ പഴയ പോലെ ഓടി ബസ്സിന് ഫ്രണ്ടിൽ ചെന്ന് അവർ കൈ കാണിച്ച് നിർത്തി. അന്നേരം വീണ്ടും നിർത്തി, ഫ്രണ്ട് ഡോറിനടുത്തെത്തി. പറഞ്ഞാൽ ക്ലിയർ ആയോ? ഇതാണ് 2 ടൈം വരാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ആദ്യം അവർ ഓടി ചെന്നു, ഫ്രണ്ട് ഡോറിനടുത്തെത്തി, ഡ്രൈവർ കണ്ട് നിർത്തി. അതാണ് ഫ്രണ്ട് ഡോറിനുള്ള ഫസ്റ്റ് ഒരു ടൈം.
ഇവിടെ 2 ടൈമിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നൊന്ന് ആദ്യത്തെ 3.3 സെക്കൻഡും പിന്നൊന്ന് അടുത്ത 3.3 സെക്കൻഡ് കഴിഞ്ഞുള്ളതാണ്. ഓക്കെ, അതായത് ഡ്രൈവർ അവരെ കണ്ടില്ല, വണ്ടി വീണ്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു, അന്നേരം വീണ്ടും അവർ ഓടി വണ്ടിയെ ഓവർകം ചെയ്ത് അവർ കൈ കാണിച്ച് വണ്ടി നിർത്തി. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടൈം. അങ്ങനെ ഫ്രണ്ട് ഡോറിലെത്തി. ഓക്കെ, ഇങ്ങനെയാണ് 2 ടൈം വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ റീസണൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലും എഴുതി വെച്ചാൽ മതി, റീസണൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ. ഈ ക്ലാസ് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.